ഹായ് കൂട്ടുകാരെ, ടൈം ഒട്ടുമില്ലാതിരിക്കുന്ന സമയത്ത് നമുക്ക് ഒരു ബിരിയാണി കഴിക്കണമെന്ന് തോന്നിയാൽ പെട്ടെന്ന് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ബിരിയാണിയാണ് കുക്കർ ബിരിയാണി. അതിനുവേണ്ടി നമ്മൾ ഒരു മീഡിയം ടൈപ്പിലുള്ള ചിക്കനാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അതിനെ ഒരു 10 പീസസ് ആക്കി എടുത്തിട്ടുണ്ട്. ഇതിനകത്തിലേക്ക് നമുക്ക് 1 സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം 1.5 സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കാം. കാശ്മീരി ചില്ലി പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത്. എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ 1 സ്പൂണ് ഇട്ട് കൊടുത്താൽ മതി. അത് കഴിഞ്ഞിട്ട് ഒരു 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. 1/4 സ്പൂണ് കുരുമുളക് പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കുക. 1 ടീസ്പൂണ് ഉപ്പ് ഇട്ട് കൊടുക്കാം. 1/4 സ്പൂണ് ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കുക. അതിനുശേഷം 1/2 കപ്പ് തൈരാണ് ഒഴിച്ചു കൊടുക്കുന്നത്. തൈരും കൂടി ഇട്ടതിന് ശേഷം ഇത് നല്ലതായിട്ടൊന്ന് മാറിനേറ്റ് ചെയ്യുക. മാറിനേറ്റ് ചെയ്ത് നല്ലതായിട്ട് ഇത് നമുക്ക് ഫ്രിഡ്ജിനകത്തിലേക്ക് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. 2 മണിക്കൂർ റെസ്റ്റ് ചെയ്താലും കുഴപ്പമില്ല കേട്ടോ. ഇനിയും നമുക്ക് ഇതിനകത്തിലേക്ക് ചതച്ചെടുക്കുന്നതിന് വേണ്ടി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 6 പച്ചമുളക്, 1 കുടം വെളുത്തുള്ളി, ഇത്രയും നമുക്ക് ചതച്ച് എടുത്ത് വെക്കണം. 3 സവാളയാണ് എടുത്തിരിക്കുന്നത്. 3 സവാള ചെറിയ കഷ്ണങ്ങളാക്കി നമുക്ക് സ്ലൈസ് ചെയ്ത് എടുക്കാം. അപ്പോൾ സവാളയെല്ലാം സ്ലൈസ് ചെയ്തതിന് ശേഷം ഒരു കുക്കർ അടുപ്പത്തേക്ക് വെച്ച് നന്നായി ചൂടായി വരുമ്പോൾ 1.5 സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 1 സ്പൂണ് ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഹോൾ സ്പൈസസ് ഇട്ട് കൊടുക്കാം. പട്ട, ഗ്രാമ്പു, ഏലക്കായ, അതുപോലെ ബേ ലീഫ്, ഇത്രയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുത്ത് നല്ലതായിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ സവാള ഒരു ഗോൾഡൻ കളർ ആകുന്നിടം വരെയും വഴറ്റുക. ഒത്തിരി അങ്ങ് ഫ്രൈ ആയി പോകണ്ട. സവാള ഏകദേശം വഴണ്ട് വരുന്ന സമയം നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇത്രയും ഇട്ട് കൊടുക്കുക. അതും കൂടി നല്ലതായിട്ട് ഒന്ന് വഴറ്റുക ഇതിൻ്റെ കൂടെ ഇട്ട്. അപ്പോൾ ഇതെല്ലാം നല്ലതായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ശേഷം നമ്മൾ മാറിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ ചിക്കന് ഇട്ട് കൊടുത്തിട്ട് ആ ചിക്കനൂടെ ഈ ഒരു മസാലയെ നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഫ്ലെയിം മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ മതി. നല്ലതായിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് കുറച്ച് ഉപ്പൂടെ ഇട്ട് കൊടുക്കാം. അതിനുശേഷം പുതിന ഇലയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. പുതിന ഇലയും കൂടെ ഇട്ട് കൊടുത്ത് നല്ലതായിട്ടൊന്ന് വഴറ്റുക. അതിനുശേഷം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മളൊരു 3 ഗ്ലാസ് അരിയാണ് എടുക്കുന്നത്. അതിന് വേണ്ടി 4 ഗ്ലാസ് വെള്ളം ആണ് ഒഴിച്ചു കൊടുക്കുന്നത്. 4 ഗ്ലാസ് ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. എല്ലാം ഒന്ന് നല്ലതായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇനി നമ്മൾ കഴുകിയെടുത്തിരിക്കുന്ന ബാസ്മതി അരി ഇട്ട് കൊടുക്കാം. സെല്ലയുടെ ബാസ്മതി റൈസാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പം നമ്മൾ ഈ അരിയെല്ലാം കൂടെ ഇതിനകത്തിൽ ഒന്നുകൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി എല്ലാം യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് കുക്കർ മൂടി വെച്ച് അടച്ചു കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുക്കുക. അതിനു മുമ്പ് നമുക്ക് കുറച്ച് നാരങ്ങാ നീരൂടെ ഇതിനകത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പുതിനയിലും മല്ലിയില ഉണ്ടെങ്കിലും ഇട്ട് കൊടുക്കാം കേട്ടോ. പുതിനയില മാത്രമേ എൻ്റെ കയ്യിലുള്ളായിരുന്നു, അതുകൊണ്ടാണ് അത് ഇട്ട് കൊടുത്തത്. ഇനി നമുക്ക് കുക്കർ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുക്കുക. ഒരു വിസിൽ വരുന്നിടം വരെയും ഇത് വേവിക്കുക. അതിനുശേഷം പ്രഷർ നന്നായിട്ട് പോയതിന് ശേഷം മാത്രമേ ഒരു 20 മിനിറ്റ് 25 മിനിറ്റോളം പ്രഷർ നന്നായിട്ട് പോകുന്നതിന് വേണ്ടി വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ കുക്കറിൻ്റെ മൂടി തുറക്കാവൂ. അപ്പോഴത്തേനും നമ്മുടെ ചിക്കന് അതുപോലെ തന്നെ അരിയും എല്ലാം നല്ലതായിട്ട് വെന്തിരിക്കും. ഇനിയും ചോറ് കൂടുതൽ വേവാതിരിക്കുന്നതിന് വേണ്ടി നമ്മൾ വേറെ ഒരു പാത്രത്തിലേക്ക് ഇത് മാറ്റി പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഈ ഒരു കുക്കർ ബിരിയാണി എല്ലാവരും തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയുമെന്ന് വിശ്വസിക്കുന്നു.